ഹായ്, ഞാൻ നിങ്ങളുടെ സിജുയാണ്. നമ്മുടെ കേരളത്തിലുള്ള യുവാക്കളുടെ ജോലി സാധ്യത, അവർക്ക് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഒരു ഫ്രീഡം, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, പ്രത്യേകിച്ച് ജോലി സാധ്യതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താലോ വളരെ നല്ലതായിരിക്കും. ഞാൻ പേഴ്സണലി ഏറ്റവും ആദ്യം എൻ്റെ അഭിപ്രായം ഒന്ന് പറയാം. നമ്മുടെ കേരളത്തിൽ, അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കുറവ്, നമ്മുടെ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജോലിയില്ലാത്ത ആൾക്കാരുള്ള സംസ്ഥാനം അത് കേരളമാണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഗോവയാണ്, ശതമാനക്കണക്കിൽ ഗോവയാണ്. പക്ഷെ നമ്മുടെ ഗോവയേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ഇവിടെ ജനസംഖ്യ കൂടുതൽ കേരളത്തിലായതുകൊണ്ട് എണ്ണത്തിൽ കേരളമാണ് ഏറ്റവും മുന്നിൽ. ഇനി ജോലി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശമ്പളം, അതായത് ഒരു നേഴ്സ് ആണെങ്കിൽ, ഒരു അധ്യാപകനാണെന്നുണ്ടെങ്കിൽ, ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശമ്പളവും വിദേശത്ത് അല്ലെങ്കിൽ പോട്ടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന ശമ്പളവും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ അറിയാനായിട്ട് സാധിക്കും. കേരളത്തിൽ ഏത് ഗവൺമെന്റ് ഭരിക്കാനായിട്ട് കയറിയാലും, ഇനിയിപ്പോ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ചില ബോധമില്ലാത്ത വിവരം കെട്ടവന്മാർ കാണും. രാഷ്ട്രീയപരമായിട്ട് ഈ വീഡിയോയെ വളച്ചൊടിക്കാൻ നിൽക്കുന്ന വിവരം കെട്ട ആൾക്കാർ, അവരുടെ അടുത്ത് ഒന്ന് മാറിയിരിക്കുന്ന മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഇനി രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് ബോധത്തിൽ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കാനായിട്ട് കയറിയാലും അവന്മാരുടെ കീശ നടക്കാനല്ലാണ്ട് നമ്മുടെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് ഒരു ഊളനും ശ്രമിക്കാറില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വിനായകൻ നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതലായിട്ട് കുട്ടികൾ വിദേശത്ത് പഠിക്കാനായിട്ട് പോകുന്നതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറയുകയുണ്ടായി. ആ അഭിപ്രായം കേട്ട സമയത്ത് 100% വിനായകൻ പറഞ്ഞത് ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ എന്തായാലും അതിന്റെ ചെറിയ ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് കൊച്ചിയിൽ 12 മണിക്ക് തോപ്പുംപടി പാലത്തിൻ്റെ കൂടെ ഒറ്റക്ക് നടക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ, ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം, ഭയങ്കര നേതാക്കൾ, ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ എന്താ പറയുക, എന്താണ് സാംസ്കാരിക ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം. നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് തോപ്പുംപടി പാലത്തിൽ 12 മണിക്ക് ഇരുന്നിട്ട് ഷിപ്പ് യാർഡ് കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതിന് മുമ്പ് അപ്പത്തന്നെ കഴുകന്മാർ വരും, മാനിയന്മാർ വരും പോക്കാൻ. വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ. അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലായി. നമ്മൾ ഇവിടെ ഇരുന്ന് പഠിച്ച് ഇവരെ ഭർത്താക്കന്മാരെ നോക്കാൻ, അമ്മമാരെ, അതൊന്നും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, പുറത്തോട്ട് പോകാം. അവർക്ക് അവരുടെ 12 മണിക്ക് യൂറോപ്പിലൂടെ നടന്നിങ്ങനെ നടക്കാം, സന്തോഷം നടക്കാം. അതില്ല. അതുകൊണ്ട് പഠിക്കാനല്ല പോകുന്നത്. ഓക്കെ, പഠിക്കാനായിരിക്കാം. പക്ഷേ യുവാക്കൾ മെയിൻലി പുറത്തോട്ട് പോകുന്നത് അവരുടെ, സ്പെഷ്യലി സ്ത്രീകൾ, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. പുള്ളി പറഞ്ഞത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ഇപ്പം ഞാൻ താമസിക്കുന്ന ഏരിയ പൂങ്കാവ്, ആലപ്പുഴ പൂങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെയുള്ള കുട്ടികളിൽ, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ, വിദ്യാർത്ഥികളുള്ള ഒരു സ്ഥലമാണ്. ഒട്ടുമിക്ക ആൾക്കാരും, അതായത് നമുക്കിപ്പോൾ ഇവിടെ 100 കുട്ടികളുണ്ടെങ്കിൽ ആ 100ൽ വിദ്യാഭ്യാസമുള്ള, അതായത് ഒരു ഡിഗ്രി +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളിൽ ഒരു 30% ആൾക്കാർ ഇപ്പോൾ വിദേശത്തോട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ പരിസരത്തുള്ള ഒരുപാട് വീടുകളിൽ നിന്ന് ഒരാളെങ്കിലും, ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും ഇപ്പോൾ വിദേശത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോയിട്ടുണ്ട്. പല നാട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. കാരണം ഒന്ന്, ഇപ്പൊ വിനായകൻ പറഞ്ഞ ആ മാറ്ററിലേക്ക് ഞാൻ വരാം. സ്വാതന്ത്ര്യം, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലുള്ള ഈ കുറെ സദാചാര ഊളകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഏതെങ്കിലും ഒരു ആണും പെണ്ണും കൂടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അവളെപ്പറ്റി പറയുന്ന വർത്താനങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു രാത്രി 10 മണി കഴിഞ്ഞിട്ട് ഒരു പെണ്ണ് റോഡിൽ നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിൽ നിന്ന് കഴിഞ്ഞാൽ അവളെപ്പറ്റി പറയാൻ വേണ്ടി പോകുന്ന വർത്താനം നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു പെണ്ണ് വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കുറെ അലവലാദികൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഊളകളെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വിനായകൻ പറഞ്ഞ ലാസ്റ്റ് വേർഡ് ഉണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ശരിയാണ്. കാരണം അവർക്ക് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ, ഒന്ന്, മര്യാദക്ക് ഒരു ജോലി കിട്ടൂല. 2, ഇവിടെയുള്ള ഊളകളെ കൊണ്ട്, ഈ സദാചാരം കളിച്ച് നടക്കുന്ന അലവലാദികളെ കൊണ്ട് നിക്കപ്പൊറുതി ഉണ്ടാകത്തേയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആണായാലും പെണ്ണായാലും അവർ പുറത്തേക്ക് പോകാനായിട്ട് നോക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലുള്ള തൊഴിലവസരം. ഞാൻ കുറച്ചു കാലം മുന്നേ ഒരു മന്ത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിയുടെ പ്രോഗ്രാമിന് ഞാൻ പോവുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് മന്ത്രി പറഞ്ഞ വാചകമാണ്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്, ആർക്കും ഏതൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഉണ്ടയാണ്. എന്താണ് തൊഴിലവസരം? ഞാൻ പഠിച്ചത് B.Ed ആണ്. ഒരു ടീച്ചർ ആകേണ്ട വ്യക്തിയാണ് ഞാൻ ടീച്ചർ ആയിട്ടില്ല. അതിന് എൻ്റെ കാരണങ്ങളൊന്ന് കൂട്ടിക്കോ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഈ ഗവൺമെന്റ് സ്കൂളുകളും മാനേജ്മെന്റ് സ്കൂളുകളും മാറ്റിവെച്ചോ. ഇനി മാനേജ്മെന്റ് സ്കൂളുകാർ ഞാൻ പറയാവേ, മാനേജ്മെന്റ് സ്കൂളിലേക്ക് ഒരു അധ്യാപകന് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു അധ്യാപകന് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ
എത്ര ലക്ഷം രൂപ അവിടെ കൊടുക്കണം? എൻ്റെ പല ഫ്രണ്ട്സ് ഉണ്ട്, 35 ലക്ഷം, 41 ലക്ഷം, 28 ലക്ഷം രൂപ. ഇതിൽ കുറഞ്ഞൊരു കണക്കില്ല. 25 ലക്ഷത്തിൽ കുറഞ്ഞൊരു കണക്ക് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഹൈസ്കൂളിൽ കയറുന്നത്. ഹയർ സെക്കൻഡറി കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കോളേജിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് അധ്യാപകരുടെ അവസ്ഥ. എപ്പോഴൊരു PSC ടെസ്റ്റ് വന്ന് അതിൽ ജോലി കിട്ടുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ? CBSE സ്കൂളിൽ, ഓക്കെ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് CBSE സ്കൂളുകളുണ്ട്. ഈ CBSE സ്കൂളുകളിൽ കിട്ടുന്ന ഒരു അധ്യാപകന്റെ ശമ്പളം 20,000-ന് അപ്പുറത്തേക്ക് കടക്കൂല. അപ്പൊ ഊഹിക്കാമല്ലോ സാലറിയുടെ റേഞ്ച് എന്താണെന്നുള്ളത്. ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, വിദേശത്തെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ഒരു നേഴ്സിന്റെ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇനി ഏതെങ്കിലും ഒരു ഫാക്ടറിയോ മറ്റേതെങ്കിലും സ്ഥാപനമോ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുറെ ഊളകൾ വന്ന് കൊടിയും കുത്തിക്കൊണ്ട് സമരം ചെയ്തത് പൂട്ടിപ്പിക്കാനായിട്ട് നോക്കും. അവിടെയും 10 പേർക്ക് ജോലി കിട്ടുമെന്നല്ല നോക്കുന്നേ, അതെങ്ങനെയെങ്കിലും പൂട്ടിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ആ സ്ഥാപനം അവിടെ നടന്നു പോകണം. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ജോലി സാധ്യത നിങ്ങൾക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും ബോറൻ തൊഴിലവസരങ്ങളുള്ള, അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ ഒട്ടുമേ ഇല്ലാതെ ഇത്രയും ബോറൻ രീതിയിൽ കുട്ടികളുടെ കാര്യങ്ങൾ, വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ, യുവാക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു സംസ്ഥാനം വേറെ ഇല്ല. അത്രയും മോശമായ രീതിയിലാണ് ഇവിടെ യുവാക്കളെ നമ്മുടെ സംസ്ഥാനം ടേക്ക് കെയർ ചെയ്യുന്നത്. കാരണം പഠിച്ചിറങ്ങിയ ആൾക്കാർ, ഒട്ടുമിക്ക ആൾക്കാരും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇവിടെ കിട്ടേണ്ട മാൻ പവർ, നമുക്ക് ഇവിടെ കിട്ടേണ്ട അവരുടെ ബുദ്ധി, യുക്തി എല്ലാം തന്നെ പുറത്താണ് ഇപ്പോൾ പോയി ചെലവഴിക്കുന്നത്. നഷ്ടം നമുക്ക് മാത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചാൾ മുന്നേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി, വിദേശത്തേക്ക് പോകുന്ന കുട്ടികളുടെ ഒഴുക്ക് നിയന്ത്രിക്കാനായിട്ട് ഗവൺമെന്റ് തക്കതായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കും. നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ പോയിട്ട് അവരുടെ കാലും കൈയും പിടിച്ച് കെട്ടിയിടുവോ? അല്ലെന്നുണ്ടെങ്കിൽ എയർപോർട്ടിലെ ഫ്ലൈറ്റൊക്കെ അങ്ങ് ബാൻ ചെയ്ത് കളയണം, ഒരു ഫ്ലൈറ്റും വിടരുത് വിദേശത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് പോകാൻ പറ്റില്ല. അല്ലാണ്ട് ഇവിടെ ഇപ്പോഴും ഇന്നും തൊഴിലവസരങ്ങൾ കൂടുകയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അവസരങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന, അല്ലെങ്കിൽ അവസരങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇല്ലേ ഇല്ല. അതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഇത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3G ആണ്, മൂഞ്ചി കിടക്കുകയാണെന്ന് മാത്രം നമുക്ക് ഒറ്റ വാക്കിൽ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത്രയും മോശപ്പെട്ട ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഭരണത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ എന്ത് രാഷ്ട്രീയപരമായിട്ട് എന്തൊക്കെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാലും നല്ല 3G നല്ല മൂഞ്ചിയ ഭരണമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ UDF BJP ആര് വന്നാലും ഇതിൽ മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. കാരണം അവന്മാരെല്ലാം തന്നെ കൈയിട്ട് വാരും, അവരുടെ കീശ നടക്കാൻ മാത്രമേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് അതിൽ വലിയ മാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിനകത്ത് നമുക്ക് ആർക്കും തന്നെ, പ്രത്യേകിച്ച് എനിക്കൊരു തൃപ്തി എന്ന് പറയുന്ന സാധനം തീരെയില്ല. അവരുടെ PR ഏജൻസി അടിച്ചിറക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാണാപ്പാടം വന്ന് പറയുന്നു എന്നല്ലാണ്ട് അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും നാടിന് നിലവിൽ ഉണ്ടാകുന്നേയില്ല. ഇനി വിനായകൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചീത്ത വിളിക്കേണ്ടി വരും. കാരണം നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി, ഒരു യുവാവ്, ഒരു യുവതി, ഇവർക്ക് കിട്ടുന്ന കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുറെ അലവലാദികളുണ്ട് ഈ നാട്ടില്. ഇവന്മാർക്ക് ഈ പണിയില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, പണിയില്ലാത്തത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഊളകളുണ്ട്. അമ്മർക്ക് പ്രത്യേകിച്ച് പണിക്കൊന്നും പോകാൻ താല്പര്യമില്ല. ആരെങ്കിലും പോയി കമന്റ് അടിച്ച്, ആരെങ്കിലും കളിയാക്കി, സ്വന്തം കാര്യം നോക്കാതെ സ്വന്തമായിട്ട് മൂഞ്ചിത്തൊലിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ ആൾക്കാർ എങ്ങനെയെങ്കിലൊക്കെ നന്നായി കഴിഞ്ഞാൽ അവരെ പത്ത് കുറ്റം പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസവും കുറച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കുടുംബകാര്യങ്ങളൊക്കെ നോക്കണം, സ്വന്തമായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ വിദേശത്തേക്കേ പോകത്തുള്ളൂ. അത് നമ്മുടെ നാടിന്റെ കുഴപ്പമാണ്. നാടിന്റെ കുഴപ്പമെന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളുടെ പിടിപ്പ് കീഴാണ്, അവരുടെ കഴിവില്ലായ്മയാണ്. ആ കഴിവില്ലായ്മ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ട് വിദേശത്തേക്ക് പോകാനായിട്ട് നോക്കും. അതിന് വിദ്യാർത്ഥികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെയുള്ള ഭരണകർത്താക്കളുടെ, നമ്മുടെ നാടിന്റെ ഒരു സ്ട്രക്ചറിന്റെ, അതായത് ഭരണകർത്താക്കൾ ഉണ്ടാക്കിയെടുത്ത നാടിന്റെ വികസനത്തെയാണ് നമ്മളപ്പോൾ കുറ്റപ്പെടുത്തേണ്ടത്. കാരണം നമ്മുടെ നാട്ടിൽ ഇന്നും ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാഹചര്യമുള്ള, ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള സാഹചര്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ കേരളത്തിലുള്ള ടൂറിസത്തെ പറ്റി നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. ടൂറിസം ഇല്ലേ ഉണ്ട്, പക്ഷെ ആ ടൂറിസം വേണ്ട രീതിയിൽ നടക്കുന്നുണ്ടോ? ഇല്ല. ആ ടൂറിസം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടും. ചെയ്യൂല. അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നാട് നന്നായി പോയാലോ,
അല്ലെങ്കിൽ ഇവന്മാരുടെ കീശ വേണ്ടത്ര നിറക്കാൻ പറ്റാതെ പോയാലോ? അതുകൊണ്ടത് മര്യാദക്കൊന്നും ചെയ്യത്തില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാത്തത് നമ്മുടെ നാട്ടിലുള്ള ഈ ഭരണകർത്താക്കളുടെ പിടിപ്പുകേടായിട്ട് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. വിനായകൻ പറഞ്ഞ ആ വാചകങ്ങളോട് എനിക്ക് 100% യോജിപ്പ് മാത്രമാണ്. എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.